എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. എന്തിനാണ് നമ്മൾ വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയും ലീഡ് ജനറേഷന് വേണ്ടിയും വീഡിയോ മാർക്കറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ്. പക്ഷേ ഈ ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മൾ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കണം, വീഡിയോയിൽ എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ പറയേണ്ടത്, എത്ര മിനിറ്റുള്ള വീഡിയോ ആയിരിക്കണം, കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെ പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്തണമെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വെറുതെ ഒരു വീഡിയോ അങ്ങ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ പാടില്ല. വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയും ഒരു വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ 30 ദിവസത്തെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ 21ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അക്കാഡമിയിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഫ്രീ ക്ലാസ്സസ് കാണുവാനായിട്ട് നമ്മളുടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കാണാവുന്നതാണ്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബ്ലൂഹോസ്റ്റ് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ബ്ലൂഹോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടി നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ബ്ലൂഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂഹോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുകൂടാതെ 24/7 സപ്പോർട്ട് അവരുടെ ഉണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ CDN അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മറ്റുള്ള ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് learnwithsubin.com/bluehost എന്നുള്ള എൻ്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു 4-5 പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ സംസാരിക്കാം. അതിലൊന്ന് യൂട്യൂബാണ്, 2 ഫേസ്ബുക്ക്, പിന്നീടൊന്ന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്ക്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ. ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിന് നമുക്കൊരു വ്യക്തമായ സ്ട്രാറ്റജി പ്ലാനിങ് വേണം. അതിൽ യൂട്യൂബിൻ്റെ ഒരു പ്ലാനിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ 2 ഉദ്ദേശത്തോടു കൂടിയാണ് ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുള്ളത്. ഒന്ന്, മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം നേടുക എന്നുള്ളതും. 2, ബിസിനസ്സിലേക്ക് ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും. ഈ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റോ അല്ലെങ്കിൽ വലിയ സെർച്ചസ് വരുന്ന കണ്ടൻറ്റുകളോ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ടൈപ്പ് കണ്ടൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ബിസിനസ്സിലേക്കുള്ള കൺവേർഷൻസിന് വേണ്ടി നമുക്ക് വീഡിയോ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാം, യൂട്യൂബിനെ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസോ ടിപ്സോ സജഷൻ അല്ലെങ്കിൽ ക്ലാസ്സസ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് നേച്ചർ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസോ ടിപ്സോ സജഷൻസോ ക്ലാസ്സസോ ഒക്കെ കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യണം. ആ രീതിയിൽ വേണം യൂട്യൂബ് വീഡിയോ മാർക്കറ്റിങ്ങുകൾ ചെയ്യുവാനായിട്ട്. നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 സെക്കൻഡ്സ് എങ്ങനെയായിരിക്കണമെന്ന വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവണം. സ്റ്റാർട്ടിങ് 10 സെക്കൻഡ്സ് കൊണ്ടൊരു വ്യൂവർ ഡിസൈഡ് ചെയ്യും ഈ വീഡിയോ കാണണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഡിസിഷൻ
നടക്കുന്നത് ഈ ഒരു 10 വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു 10 സെക്കൻഡ്സിലാണ്. 10 വീഡിയോ അല്ല, 10 സെക്കൻഡ്സിൽ, ആദ്യത്തെ 10 സെക്കൻഡിൽ അത് തീരുമാനിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ റെലവൻസ്, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അതിൽ ആവശ്യമുണ്ടോ എന്നുള്ളത്, നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സബ്ജക്റ്റിനെ പറ്റിയാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതതിൻ്റെ ഒരു പാർട്ടാണ്. വീഡിയോയിൽ ഇടയ്ക്കൊക്കെ CTA, ഇതിന് പറയുന്നത് കോൾ ടു ആക്ഷൻസ് ആണ്. വീഡിയോയുടെ ഇടയ്ക്കൊക്കെ നമുക്ക് കോൾ ടു ആക്ഷൻസ് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളുടെ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏജൻസി ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നീടുള്ളത് നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് വീഡിയോസ്, ഇപ്പം മണി മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മണി മാനേജ്മെൻറ്റ് റിലേറ്റഡിൻ്റെ കുറച്ച് സീരീസ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ കോഴ്സസ് പോലെ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യുമ്പോൾ മാത്രമാണ് യൂട്യൂബ് വീഡിയോ മാർക്കറ്റിംഗ് സക്സസ് ആവുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു സീരീസാണ്. അപ്പോൾ ഇതൊരു ലീഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതിന് ഒരു വ്യൂവർഷിപ്പ് അല്ല നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെയുള്ള ക്വാളിറ്റി ലീഡ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കണമെന്നും കൂടുതൽ അറിയണമെന്നും ഒക്കെ ഉള്ള ആളുകളെ ആണ് നമ്മൾ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളും കൊടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു ക്വാളിറ്റി ലീഡ് ജനറേഷനാണ്. ഒരിക്കലും നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കണ്ട് സമയം കളയുകയുള്ളൂ. അല്ലാത്തവർ എപ്പോഴും ഫാസ്റ്റ് ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് എത്താറില്ല. അപ്പോൾ നമ്മളൊരു ക്വാളിറ്റി ലീഡ് ജനറേഷൻ എന്നുള്ള കാര്യം നടക്കുന്നത്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഈ വീഡിയോ ഇതുവരെ കാണുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെന്നും അറിയണമെന്നും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ലീഡ് ജനറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ്. അപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്രാൻഡുകൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസോ ടിപ്സോ സജഷൻസോ ഒക്കെ കൊടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന ഒരു ലീഡ് ജനറേഷൻ, ആ ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ലീഡ് ജനറേഷൻ ആയിരിക്കും. അതിനുവേണ്ടി വീഡിയോയിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ അത്യാവശ്യം കോൾ ടു ആക്ഷൻസോ, അതും വളരെ ക്വാളിറ്റി, ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലാവരുത് കോൾ ടു ആക്ഷൻസ് ഒക്കെ കൊടുക്കുവാനായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കോൾ ടു ആക്ഷൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും കമൻസ് ഒക്കെ ലഭിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻസിൽ ആളുകൾ ഓരോരോ റിപ്ലൈസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പറയുന്ന കമൻസിനനുസരിച്ചാണ്, നമ്മൾ പറയുന്ന CTAക്ക് അനുസരിച്ചാണ് ഇതുപോലെയുള്ള കമൻറ്റുകൾ നമ്മുടെ ചാനലിലേക്ക് കിട്ടുന്നത്. അപ്പം കമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി നിങ്ങൾ CTAs ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇനിയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലാതെ ഫേസ്ബുക്കിലൂടെയാണ് നമ്മൾ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഫേസ്ബുക്കിൽ 2 രീതിയിലാണ് വീഡിയോ മാർക്കറ്റിങ്ങുകൾ നടക്കുന്നത്. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ഉപയോഗിച്ച്, പിന്നെ ഒന്ന് ക്ലാസ്സസ് കൊടുത്തും. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ കൂടുതൽ റീച്ചാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അത് പൈസയൊന്നും കൊടുക്കാതെ തന്നെ ഓർഗാനിക് റീച്ചായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇൻഫർമേഷൻ ക്ലാസ്സസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ കൊടുത്ത പോലെയുള്ള ക്ലാസ്സസോ ടിപ്സോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരുപോലെ റീച്ച് അവിടെ ലഭിക്കണമെന്നില്ല. അപ്പോൾ വളരെ റീച്ച് കുറവായിരിക്കും അങ്ങനെയുള്ള കണ്ടൻസ് നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ പേജ് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തതുപോലെയല്ല ഫേസ്ബുക്കിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ. യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന കൂടുതൽ വ്യൂസ് ഉണ്ടാവും, കൂടുതൽ കമൻസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ഇംപ്രഷൻസും അതിൻ്റെ റീച്ചും ഒക്കെ വളരെ കുറവായിരിക്കും. അത് ഒരു ടിപ്സോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഒക്കെ ആവുമ്പോൾ അത് ഫേസ്ബുക്കിൽ അങ്ങനെയാണ്. ഇത് ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയുടെ പാർട്ടാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയാണ് ഈ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നും വീഡിയോ മാർക്കറ്റിംഗ് ഫേസ്ബുക്കിലൂടെ ചെയ്യുന്നതൊക്കെ ക്രിയേറ്റർ സ്റ്റുഡിയോ വഴിയാണ്. ക്രിയേറ്റർ സ്റ്റുഡിയോ ഇപ്പം മൂവ് ചെയ്തിട്ട് ബിസിനസ് സ്യൂട്ടായിട്ട് കംപ്ലീറ്റ്ലി മൂവ് ആകുമെന്ന് ഇവിടെ പറയുന്നുമുണ്ട്. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്ഡേറ്റ്സും വീഡിയോ മാർക്കറ്റിങ്ങിൽ നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം റീച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്, നമ്മളുടെ വീഡിയോ കണ്ട ആളുകളെ റീമാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫേസ്ബുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ റീമാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പഠിക്കുകയും വേണം.
അതിനോടൊപ്പം ഫേസ്ബുക്കിനെ നമുക്ക് വീഡിയോ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ചൂസ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഫേസ്ബുക്ക് കൂടാതെ ഫേസ്ബുക്കിൻ്റെ തന്നെ ഈക്വലന്റ് പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റഗ്രാമാണ്. സെയിം ടിക്ടോക്കും അതേ ഫീച്ചർ തന്നെ കൊടുക്കുന്നു. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസിനായിരിക്കും എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ടിപ്സ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് എപ്പോഴും യൂസേഴ്സിന് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം, അതും വളരെ ഫാസ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ ജനറൽ പബ്ലിക്കിലുള്ള കണ്ടൻറ്റുകൾ, ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾക്കായിരിക്കും ഏറ്റവും കൂടുതലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലുമൊക്കെ റീച്ച് ഉണ്ടാവുക. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലും ബ്രാൻഡിംഗ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ബ്രാൻഡിങ് കൺവേർഷനേക്കാട്ടിലും കൂടുതൽ ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് ബ്രാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്കിലെ വീഡിയോ മാർക്കറ്റിംഗ് പ്ലാനുകൾ സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡിജിമാർക്ക് അക്കാഡമിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും ഈ കാണുന്നതൊക്കെ ടിപ്സാണ്. ഈ കാണുന്നതെല്ലാം നമ്മൾ ടിപ്സാണ്. ടിപ്സ് പോലെയുള്ള കണ്ടന്റുകൾക്ക് നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഷോർട്ട് കണ്ടന്റ്സ് ആണ്. അപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് നമ്മളുടെ ഡിജിമാർക്കിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനൊക്കെ ഒരു പ്രത്യേകം കൂടുതൽ റീച്ചും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന കണ്ടൻസ് അല്ല നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്തത്, ഫേസ്ബുക്കിൽ ചെയ്ത പോലെയുള്ള കണ്ടന്റുകളല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്ലാറ്റ്ഫോമിൻ്റെ നേച്ചറിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും അതിനെ മാർക്കറ്റ് ചെയ്യുന്നതും അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നതും. ഇപ്പോൾ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകൾ കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഇതേ രീതിയിൽ നമുക്കൊരിക്കലും യൂട്യൂബിനെ കാണാൻ സാധിക്കത്തില്ല. യൂട്യൂബിൽ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് പല പല കീവേഡുകളും സെർച്ച് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടാബ് യൂട്യൂബിൻ്റെ അനാലിറ്റിക്സിൽ തന്നെയുണ്ട്. നമ്മളുടെ വ്യൂവേഴ്സ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് മലയാളം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ്, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ, ഇങ്ങനെയുള്ള ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ മലയാളം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളം, ഇതൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സെർച്ച് വോളിയത്തിനനുസരിച്ച് നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ സ്ട്രാറ്റജിയിൽ നമ്മുടെ ജോലി. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഇവിടെ അധികം ആരും യൂസ് ചെയ്യാത്തൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. എന്നാൽ ലിങ്ക്ഡിൻ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്തും ക്വാളിറ്റി കണ്ടൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്വാളിറ്റി കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ആവുക. ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് ലിങ്ക്ഡിനിൽ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് അല്ല കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ലിങ്ക്ഡിൻ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ ഇതുപോലെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിറ്റി കണ്ടന്റുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് ഇംപ്രഷൻസ് ജനറേറ്റ് ആവുകയും നമുക്ക് അതിൽ നിന്ന് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു കോമ്പിനേഷൻ ഓഫ് ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കോമ്പിനേഷനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ് സ്ട്രാറ്റജിയുമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ മാർക്കറ്റിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന കമ്പനിയെ എപ്പോഴും നിങ്ങൾ ധരിപ്പിക്കണം നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണ്, യൂട്യൂബാണോ ഫേസ്ബുക്കാണോ. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രാൻഡിങ്ങിന് വേണ്ടി ഇതുപോലെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇങ്ങനെയാണ് നിങ്ങളൊരു വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർലി ഒരു വീഡിയോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്, യൂട്യൂബിൽ ചെയ്യുന്ന രീതിയിലാവരുത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോ മാർക്കറ്റിംഗ് പ്ലാനുകളിലൂടെ നമ്മളുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്ന ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ക്വാളിറ്റി ലീഡ്സോ അല്ലെങ്കിൽ സർവീസസോ ജനറേറ്റ് ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇതുവരെ നിങ്ങൾ കണ്ടിരിക്കുന്ന ക്ലാസ്സസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. Signing off, Subin.